ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹാബാദിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനം. ഉത്തർപ്രദേശിലെ ആനന്ദ് ഭവൻ ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും മാതാവ് സ്വരൂപ് റാണിയും ആയിരുന്നു. ഭാര്യയുടെ പേര് കമല കൗൾ, ഏക മകൾ ഇന്ദിരാഗാന്ധി. നെഹ്റു രചിച്ച പ്രശസ്തമായ ഒരു ബുക്കാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, അതുപോലെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. നെഹ്റുവിൻ്റെ ആത്മകഥ ആൻ ഓട്ടോബയോഗ്രഫി. ഇത് ടുവേഴ്സ് ഫ്രീഡം എന്നും അറിയപ്പെടുന്നു. കുട്ടികളോട് അദ്ദേഹത്തിന് വളരെ വാത്സല്യമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ശിശുദിനമായി ആചരിച്ചു വരുന്നു. നെഹ്റു എല്ലായ്പ്പോഴും തൻ്റെ വസ്ത്രത്തിൽ ഒരു ചുവന്ന റോസാപ്പൂ പിൻ ചെയ്യാറുണ്ടായിരുന്നു. ഇത് അകാലത്തിൽ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കമല കൗളിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ വെച്ച് തൻ്റെ പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി അലഹാബാദ് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൽപ്പര്യമുണ്ടാവുകയും അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഗാന്ധിജിയുടെ അടുത്ത അനുയായിയാവുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. 1929 സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് എന്നാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം. 1947 ഇന്ത്യ സ്വതന്ത്രമായത് ആദ്യമായി ജനങ്ങളോട് പ്രഖ്യാപിച്ചത് അദ്ദേഹമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെടുകയും നീണ്ട 16 വർഷക്കാലം അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ, അതായത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നു. 1955 ഇന്ത്യയുടെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1964 മെയ് 27 അദ്ദേഹത്തിൻ്റെ 74ാമത്തെ വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഡൽഹിയിലെ യമുന നദിയുടെ തീരത്തുള്ള ശാന്തിവനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്.